2 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഒന്നാം പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. രണ്ടാം പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. അപ്പോൾ സംഘടനാപരമായി ഞങ്ങൾ അന്ന് നടത്തിയിട്ടുള്ള പരിശോധനയുടെ ഭാഗമായി 1.5 വർഷത്തിനുള്ളിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. വർഗബന്ധങ്ങളിൽ മാറ്റം വരുത്തി, ജനകീയ സ്വാധീനത്തിലും മാറ്റം വന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് വലിയ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയെടുക്കാൻ സാധിച്ചത്. അതേപോലെ തന്നെ ഇതിൻ്റെ അനുഭവത്തിൽ കർശനമായ പരിശോധനയ്ക്ക് വിധേയമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തമായിട്ടുള്ള തിരിച്ചുവരവ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. പക്ഷേ അത് അടുത്ത തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിലും ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതായിരിക്കും ഫലം എന്ന് ആദ്യമായിട്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. അതേ സമയത്ത് UDF കാട്ടിയിട്ടുള്ളൊരു സമീപനത്തെ സംബന്ധിച്ച് ഞാൻ മിനിഞ്ഞാന്ന് പറഞ്ഞിരുന്നു. UDFൻ്റെ സംഘടനയെ ചലിപ്പിച്ചത് യഥാർത്ഥത്തിൽ കോൺഗ്രസോ മുസ്ലിം ലീഗോ അല്ല. അതിൻ്റെ പിന്നിലൊരു വലിയ ശക്തിയുണ്ട്. അത് ജമാഅത്തെ SDPI-യാണ്. അത് കുറച്ച് കാണണ്ട. അതിൻ്റെ ആപത്ത് അവർ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഞങ്ങളുടെ പരാജയത്തെ സംബന്ധിച്ച് ഞങ്ങൾ കർശനമായ പരിശോധനയ്ക്ക് വിധേയമാകും. ഇപ്പറഞ്ഞ കാര്യമുണ്ടല്ലോ, അത് കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന അപകടകരമായിട്ടുള്ള ഒരു സൂചനയുടെ ലക്ഷണമാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ UDF വിജയിച്ചിട്ടുണ്ട്. ആ വിജയത്തിൻ്റെ പിന്നിൽ ആരായിരുന്നു പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമാവും. പ്രകടമായിട്ട് തന്നെ ജമാഅത്തെയും SDPI-യും ഞങ്ങൾ UDF-നാണ് പിന്തുണ എന്ന് പ്രഖ്യാപിച്ചത് നമുക്കൊക്കെ അറിയാം. പക്ഷേ ഈ 18 സീറ്റിലെ വിജയത്തിനും ഇവരൊരു അല്ല, ഞാൻ പറഞ്ഞത് ഏറ്റക്കുറച്ചിലോട് കൂടിയിട്ടാണ്. എല്ലാ സ്ഥലത്തും ഒരേ രൂപത്തിലല്ല. അപ്പോൾ ഈ ഒരാപത്ത് നമ്മുടെ മതേതര കേരളത്തിനേൽക്കുന്ന ഏറ്റവും വലിയ ഒരു വ്രണമാണ്. അത് തിരിച്ചറിയണം. പറയട്ടെ. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ജില്ലയിൽ 2 പാർലമെൻറ്റ് മണ്ഡലമാണല്ലോ ഉള്ളത്. അതിൽ ആലത്തൂർ 1.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് UDF ജയിച്ച സ്ഥാനത്ത് 20,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് സഖാവ് രാധാകൃഷ്ണന് ജയിക്കാൻ കഴിയും. അത് ഒരു നല്ല നേട്ടമാണ്. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വിചാരിച്ച തലത്തിൽ ഞങ്ങൾക്ക് വോട്ട് ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ്. അത് ചില ഭാഗങ്ങളിൽ ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച ഈ ആപത്തുണ്ടായിട്ടുണ്ട്. അതിന് പുറമെ മറ്റ് ചില ഘടകങ്ങൾ കൂടി ഉണ്ടാകാം. പാലക്കാട് ഒറ്റപ്പാലത്തടക്കം LDF അതാ ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെ നിന്ന വോട്ടർമാരിൽ ഒരു ഇറോഷൻ മുമ്പ് സംഭവിച്ചതുപോലെ തന്നെ, അത് 2019 സംഭവിച്ചതുപോലെ തന്നെ മറ്റൊരു തലത്തിൽ ഞങ്ങൾക്ക് ഇറോഷൻ സംഭവിച്ചിട്ടുണ്ട്. അത് ഇവിടെ ഇപ്പോൾ പാലക്കാട് നോക്കുമ്പോൾ പിന്നെ ഷൊർണൂരും അതുപോലെ തന്നെ മലമ്പുഴയുമാണല്ലോ ഭൂരിപക്ഷം ഉള്ളത്. ബാക്കിയുള്ള മണ്ഡലങ്ങളിലാണ് പിന്നോട്ട് പോയിട്ടുള്ളത്. AK ബാലനാണ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. AK ബാലൻ അദ്ദേഹം പരാജയം സംബന്ധിച്ച് നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ തരത്തിലേക്ക് ഒരൊറ്റ സീറ്റ് മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. പക്ഷേ പിന്നീട് വന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ്. അതേ സാഹചര്യം ഇക്കുറിയും ഉണ്ടാകുമെന്ന ആത്മവിശ്വാസം AK ബാലൻ പ്രകടിപ്പിക്കുന്നു.